നിക്ക് ഇവിടെ നോക്കി. നോമ്പ് തുടങ്ങിയാരെ എന്നും ഇറച്ചി തന്നെ. ഇന്നൊരു വെറൈറ്റി മീൻ എന്തെങ്കിലും കൊണ്ടുവരും നിങ്ങള്? അതിന്റെ പറിച്ചു എടി ഞാനൊക്കെ ചെറുപ്പത്തിൽ ഒരു നേരത്തെ ഇറച്ചി കിട്ടാൻ വേണ്ടിട്ട് ഈ വെറൈറ്റി മീൻ എന്ന് പറഞ്ഞാൽ എത്താതെ നിങ്ങളൊന്ന് പോയി നോക്കി. വെറൈറ്റി മീൻ കിട്ടലാണ് കൊണ്ടുവരും ഞാൻ. ചോദിച്ചാ വെറൈറ്റി ഇത് വെറൈറ്റിയാ? വെറൈറ്റി കൊണ്ടുവരണ ചങ്ങായി. വെറൈറ്റി മീനത്തുള്ളേ ഇത് എന്നുള്ളതല്ലേ ചങ്ങായേ? വേറെ വെറൈറ്റി ഒന്നുമില്ലേ? പൈസ എവിടെന്നാ? ഇവിടെ വാ. ഇത് വെറൈറ്റി മീനൊന്നുമില്ല ഇവിടെ. ഈ ചെമ്മീനും ഈ അയിലൊക്കെ എന്നുള്ളതന്നെയല്ലേ ചങ്ങായി? ഇത് വെറൈറ്റി അല്ല, നല്ല മീനല്ല. എത്താങ്ങായി നല്ല സാധനം കൊടുത്തുകൂടെ എനിക്ക്? അവിടെ വെറൈറ്റി ഉണ്ട്. ഇത് വെറൈറ്റി മീനാ? എത്താണ്? കല്ലുമ്മക്കായ. ഇതിനെത്ര? ഇത് ഒറിജിനലോ ചൈന? ജപ്പാനാ? കല്ലുമ്മക്കായ. അപ്പൊ കടുക്ക പറഞ്ഞാ? അപ്പൊ എരുന്ത് പറഞ്ഞാലോ? ഇത് വെറൈറ്റി ആണോ? നിങ്ങൾ എന്നുണ്ടോ ഇവിടെ? എന്നാ ഒരു കിലോ വെറൈറ്റി അടിക്ക. ആ ഇതെങ്ങനെയാണ് പൊളിച്ചല്? ആ അത്ര പണിയുള്ളൂ? ആ എന്നാ എടുക്ക്, ഒരു കിലോ എടുക്ക്. ആ എൻ്റെ പേരെവിടെ? ഇത് ഒറിജിനൽ തന്നെയല്ലേ? ചൈന ഒന്നല്ലല്ലോ? ജപ്പാനാ? അടിപൊളി. ഇത് തൊളിച്ചിട്ട് ഒന്നുകൂടി കാണിച്ചടിക്ക. ഇത് വെറൈറ്റി ആയിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. അതിൻ്റെ ഉള്ളിൽ ഇടുക, ഇങ്ങനെ ആക്കുക, ഇങ്ങനെ ആക്കുക, ഇങ്ങനെ ആക്കുക, ഇങ്ങനെ ആക്കുക. കഴിഞ്ഞു. അത്ര പണിയുള്ളൂ. ഒന്നുകൂടി വെച്ചാ പിന്നെ പേര് പോയിട്ട് ആകെ സീന പോയി. പെണ്ണുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണേ. അങ്ങനെ ആക്കുക, ഇങ്ങനെ ആക്കുക, ഇങ്ങനെ ആക്കുക. കഴിഞ്ഞു. അപ്പൊ ഇതിന് കാട്ട ഒഴിവാക്കണ്ടേ? കാട്ടില്ലാത്ത വെറൈറ്റിയാ? ആ പുല്ല് മാത്രം ഒഴിവാക്കിയാൽ മതി. അപ്പൊ കാട്ടൊന്നും ഉണ്ടാവില്ല? ആ ഓക്കെ. അപ്പൊ ഗൈസ് വെറൈറ്റി ഇട്ടാ നോമ്പിന് നല്ല കിടക്കാച്ചി സാധനം വാങ്ങിക്കാണ്ട് എന്നും ഉണ്ടാവില്ല ചേച്ചി? ഇപ്പോൾ ഇവിടെ ആ നമ്മളെ കോളനി റോട്ട് പോകുന്നോളി എന്നും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാ. എന്നായിക്കോട്ടെ ഞാൻ പോയോട്ടെട്ടാ. വെറൈറ്റി ഇന്ന് വെറൈറ്റി നോമ്പ് തൂറാണ്. പാത്തുമ ഇനി ഈ ജാതിനെ വിളിച്ചാലും കേട്ടൂല. എന്താ വെറൈറ്റി സാധനം? ഇതാ നിങ്ങൾ കൊണ്ടുവന്ന വെറൈറ്റി മീന്. ഇത് കല്ലുമ്മക്കായല്ലേ? നോമ്പറക്കാൻ നേരം ഞാൻ ഇതിന്റെ തൊലിയും പൊളിച്ച് കുത്തിർക്ക് അവിടെ ഒരു സാധനം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. നിങ്ങളെന്നെ നന്നാക്കിക്കോളി. ഞാൻ നന്നാക്കിക്കോളാം. ഇജ്ജ് നന്നാക്കിയിട്ട് മാത്രമല്ല ഇവിടെ നന്നായി. ഇത് എന്നാ എങ്ങനെ നന്നാക്കല് നോ എനിക്ക് പറഞ്ഞത് എനിക്കറിയാം. ഇജ്ജ് എൻ്റെ പണി എത്തിച്ചോ. ഓക്കെ ഓരോരോ ഇടങ്ങേറ് വരുന്നത്. നോമ്പറക്കാനാകുമ്പോൾ തീരുമെന്നാവും. നമ്മളെടുക്കുമ്പോൾ ഇത് രണ്ടെണ്ണമാവണല്ലോ. ഓരോടെ എടുത്തപ്പോൾ ഒന്നിന് നമ്മളെടുക്കണൊക്കെ രണ്ടും. പഠിച്ച റബ്ബേ ഒരു മണിക്കൂറായത് ഇരിക്കണേ. ആ ചങ്ങായിക്ക് എന്തോരം പെട്ടെന്നാ ഇങ്ങനെ ആക്കേണ്ടീന്. നമ്മളിത് തൊളിച്ചിട്ടാണ് ഈ പണ്ടത് തീരുന്നില്ല. ഓരോ കത്തിക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാ? നമ്മൾ പിന്നെ എവിടെ എന്ത് പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ. അവസാനം പോടും. വെറൈറ്റി ആക്കിയതാ ഗൈസ്. നമ്മളിത് ഫുള്ള് കഴുകിട്ടാ അല്ല കഴുകിന്ന് ഫുള്ള് പൊളിച്ചിട്ടാ. ഇതങ്ങടെ ഞാൻ കാണിച്ചുതരാം. ഇത് നമ്മൾ ആദ്യം 1-2 ഇങ്ങനെ ഇടങ്ങേറായി ഇത് പിന്നെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങനെ ഫുള്ള് കിട്ടി, ഫുള്ള് സെറ്റാ. അപ്പോൾ തുണിസാ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെങ്കിൽ ആ ചങ്ങന്മാരെ വിളിച്ചോളിട്ടാ. അവരിതിൻ്റെ പിടുത്തക്കാരാണ്. അവർ ചാലിയത്ത് നിന്ന് അവരെന്നെ പിടിച്ചിട്ട് അവരെന്നെ കൊണ്ടുവന്ന് വിൽക്കുന്ന ടീംസാണ്. എത്ര വേണമെങ്കിലും അവർ എത്തിച്ചെന്നോളൂ കേട്ടോ. പിന്നെ അതാ പത്തിരി ഇങ്ങനെ പരത്താൻ വേണ്ടിയിട്ട് കുഴക്കാൻ വേണ്ടിയിട്ട് കുഴച്ച് വെച്ചാൽ മാവിൻ്റെ അടുത്ത് നമ്മളിത് മസാല അങ്ങോട്ട് പോയി കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് പിന്നെ കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ വെളുത്തുള്ളി ഉള്ളിയൊക്കെ ചതച്ചത് ഇതെല്ലാം കൂടി അങ്ങോട്ട് കൂട്ടി മിക്സ് ചെയ്തിട്ട് ഒരു പുക ഒരു വല്ലാത്ത ജാതി സാധനം അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് അത് ഇങ്ങോട്ട് കുഴച്ചിട്ട് പിന്നെ ആ സാധനം അതിൻ്റെ മേൽക്കങ്ങോട്ട് ഇടുക. ഏത് നമ്മളെ വെറൈറ്റി മീൻ. എന്നിട്ട് ആദ്യം അങ്ങോട്ട് കുഴച്ച് സെറ്റാക്കിയിട്ട് ഒരു അരമണിക്കൂറാണ് വെയിറ്റിങ്ങിൽ നിൽക്കുക. അരമണിക്കൂർ കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ ഇട്ട് കാണാണ്ട് പൊരിക്കുക. എന്നിട്ട് നോമ്പ് ഇറക്കുമ്പോൾ പത്തിരിയും കൂട്ടിയാണ്ട് അടിക്കുക. ഒന്നും പറയാനില്ല, വേറെ ലെവലേക്കരുത്. അവിടെ അവിടെ പത്തിരി കുഴക്കണേ. അപ്പോൾ തുണീസാ സംഗതി സെറ്റാക്കിയിട്ടാ. ഈ നോമ്പ് ഇറക്കണ നേരത്തെ ഈ പത്തിരിയും കൂട്ടിയിട്ട് 2 കടിക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കഴിച്ചിട്ടില്ല ഒരു രസമില്ല.
അടിപൊളിയാണ്. നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് പിന്നെ ഉള്ളിയൊക്കെ ഒന്ന് അതിൻ്റെ മേൽക്കൂടി ഇട്ട് അങ്ങനെ കുറച്ച് വാട്ടിയിട്ട് സെറ്റാക്കിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പലരും പല കോലത്തിൽ ചെയ്യും, പല രീതിക്കും ചെയ്യാം. അപ്പോൾ ഒന്ന് വെറൈറ്റി ട്രൈ ചെയ്തോളി. പിന്നെ കുറേ ആൾക്കാർ ഇതിന് കാട്ടം കളയും, കുറേ ആൾക്കാർ കാട്ടം കളയില്ല. സത്യത്തിൽ ഇതിൻ്റെ കാട്ട ഹലാലായ കാട്ടാണ്, അത് കളഞ്ഞെന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതിങ്ങനെ റിസ്ക് എടുക്കൊന്നും വേണ്ട, തിളപ്പിച്ചാൽ മതി, പെട്ടെന്ന് ഊരിയെടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ കമൻറ്റുകൾ കുറേ ഉണ്ടാവും. അതൊക്കെ ഞാൻ കാണട്ടെ, ആർക്കൊക്കെ ഇതിനെക്കുറിച്ചൊരു വിവരം ഉണ്ടെന്നൊക്കെ അറിയട്ടെ. പല രീതിയിലും ഉണ്ടാക്കട്ടെ, ഒരു വെറൈറ്റി ആയിട്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കിയതാണ്. ഓക്കെ, കറിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, ഈ സാധനം പത്തിരി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ഈ നോമ്പിന് ഇതൊന്ന് ട്രൈ ചെയ്തോളി, പത്തിരി കടുക്ക് ഫ്രൈ മാത്രം. ഓക്കെ, അപ്പോൾ ടാറ്റാ ബൈ.